കരയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ആ ചായക്കട നിന്ന പ്രദേശത്തുള്ള മണ്ണ് മുഴുവനും നീക്കം ചെയ്തുകൊണ്ട് അവിടെ പ്രത്യേക പ്ലാറ്റ്ഫോം ഒരുക്കി JCBകൾ താഴെ ഇറക്കി ആ താഴ്ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യ സാന്നിധ്യം, ഈ ട്രക്കിനകത്ത് മനുഷ്യ സാന്നിധ്യം കാണുന്നതിനുള്ള തെർമൽ പരിശോധനയിലും അത്തരം മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്താനോ അടയാളപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല. അതിൽ നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചത്, നിരവധി തവണ നമ്മൾ ആവർത്തിച്ചത്, ഈ മുങ്ങൽ വിദഗ്ധർ അവിടെ എത്തി നേരിട്ട് പരിശോധിച്ചാൽ മാത്രമേ അതിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയൂ. തെർമൽ പരിശോധനയൊന്നും ഈ കാലാവസ്ഥയിൽ ഇവിടെ കൃത്യമായ ഒരു സിഗ്നൽ നൽകുന്നില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന സൂചന. അതിനകത്ത്, ട്രക്കിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് ഇന്നലെ ഇന്ദ്രപാൽ സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ട്രക്ക് ഈ അപകടം നടന്ന സമയത്ത് ട്രക്കിൻ്റെ ഗ്ലാസ് പൊട്ടിയോ അതിൻ്റെ ഡോറ് തുറന്നോ പുറത്തേക്ക് വരാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രക്കിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും മനുഷ്യൻ അവിടെയുണ്ടോ എന്നതടക്കമുള്ള പരിശോധന നടക്കണം. അതോടൊപ്പം തന്നെ ഈ ട്രക്ക് പാർക്ക് ചെയ്ത് ആ സമയത്ത് പുറത്തിറങ്ങി ചായ കുടിക്കുന്നതിന് വേണ്ടി ഈ ചായക്കടയുടെ പരിസരത്ത് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആ സമയത്ത് ചായക്കടയിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന ഒരു പ്രചാരണമുണ്ട്. അത് സ്ഥിരീകരിക്കാത്ത പ്രചാരണമാണ്. കൂടുതൽ ആളുകൾ ആ ചായക്കടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികളൊക്കെ സൂചിപ്പിച്ചതായി പറയുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇനി 2 പേരെയാണ് കർണാടകയിൽ നിന്ന് കണ്ടെത്താനായിട്ടുള്ളത്. ആ 2 പേരെയും അതോടൊപ്പം തന്നെ ഈ അർജുനും ആ സമയത്ത് ചായക്കടയിൽ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ട്രക്കിനകത്ത് തന്നെയാണോ അർജുൻ എന്ന കാര്യത്തിലും, ഇപ്പോൾ ട്രക്ക് നിൽക്കുന്ന സ്ഥലത്ത് ട്രക്കിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അത്യാധുനിക ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിശോധനകൾ, സിഗ്നലുകളുടെ പരിശോധനകളൊക്കെയും തുടർച്ചയായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു, അതിന് മുൻപ് നടന്നിരുന്നു. എല്ലാ വിധത്തിലുമുള്ള പരിശോധനകൾ തുടരുമ്പോഴും ഇവിടെ അർജുൻ ചായ കുടിക്കാനായി നിർത്തുന്ന കട, ആ കടയിലെ 4 പേരുടെയും മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. അത് കരയിൽ നിന്നായിരുന്നോ ലഭിച്ചത്, അല്ലെങ്കിൽ പുഴയിൽ നിന്നായിരുന്നോ ലഭിച്ചത്? കാരണം കടയിൽ അർജുൻ ഉണ്ടായിരുന്നെങ്കിൽ ആ മൃതദേഹം നിന്നിടത്ത് തന്നെ, അല്ലെങ്കിൽ ആ പരിസരത്ത് തന്നെ അർജുനെ ലഭിക്കാമായിരുന്നില്ലേ? ഇനിയും 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. മറ്റുള്ളവരെ കണ്ടെത്തി കഴിഞ്ഞു. 8 പേരെയാണ് ഇതുവരെയും കണ്ടെത്തിയത്. 3 പേരെ ഇനി കണ്ടെത്താനുണ്ട്. ഈ 3 പേർ ഈ പുഴയിൽ ഒഴുകി നടക്കുകയായിരുന്ന കടയിൽ ഉണ്ടായിരുന്ന ആളുകളെ, കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹമാണ് ആദ്യ ദിവസം തന്നെ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. കഴിഞ്ഞ ദിവസം തമിഴ്നാട് നാമക്കൽ സ്വദേശിയായിരുന്ന ശരവണൻ്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. DNA പരിശോധനയിലാണ് മുറിഞ്ഞുപോയ മൃതദേഹം DNA പരിശോധനയിലൂടെ തിരിച്ചറിയുകയായിരുന്നു. ഇങ്ങനെ പുഴയുടെ ഭാഗത്ത് ഒഴുകി നടക്കുകയായിരുന്ന രൂപത്തിലാണ് മൃതദേഹങ്ങളൊക്കെയും കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് ബീച്ചിനോട് ചേർന്ന പ്രദേശത്താണ്. അങ്ങനെ ഈ കടയിൽ ഉണ്ടായിരുന്ന ആളുകൾ പൂർണ്ണമായും കടയുടെ മുകളിൽ വലിയൊരു കുന്ന് ഇടിഞ്ഞു വന്ന് അത് പൂർണ്ണമായും ആ ഒരു മൺകൂമ്പാരമായി മാറിയിട്ടുണ്ട്. ആ സമയത്തൊന്നും തന്നെ അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ തിരച്ചിൽ നടത്തിയിരുന്നില്ല. ഇപ്പോഴാണ് ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തിരച്ചിൽ നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചായക്കടയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. അതിൻ്റെ തറയിലേക്ക് വരെ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഈ കർണാടക സ്വദേശികളായ ആളുകൾ ആ ഭാഗത്തുണ്ടോ എന്നതടക്കമുള്ള പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പുഴയിൽ ആണോ ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നു. കടിയൊഴുക്ക് വളരെ ശക്തമാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ആശ്വാസകരമായ ഒരു വാർത്ത എന്നുള്ളത്. എന്നാൽ സൈന്യത്തിന്റെ രക്ഷാദൗത്യം ഇന്നത്തേത് അവസാനിപ്പിച്ചോ? സൈന്യം ഇനിയുള്ള ദിവസങ്ങളിൽ തിരച്ചിലുണ്ടാവുമോ?